സ്മരണ വേണം മക്കളെ, സ്മരണ. സ്നേഹമുള്ള DCL കൂട്ടുകാരെ, ഒരു ദിവസം അതിസമ്പന്നനായ ഒരു മനുഷ്യൻ റോഡിലൂടെ നടക്കുമ്പോൾ ഒരു ഭിക്ഷക്കാരനെ കണ്ടു. അടുത്ത് ചെന്ന് അയാളോട് ചോദിച്ചു, നീ എങ്ങനെയാണ് ഒരു ഭിക്ഷക്കാരനായത്? ഭിക്ഷക്കാരൻ പറഞ്ഞു, ഒരു ജോലിക്ക് വേണ്ടി ഞാൻ അലയാത്ത ഇടമില്ല, മുട്ടാത്ത വാതിലുകളില്ല. ഒന്നും കിട്ടാതായപ്പോൾ പിച്ച തിണ്ടുകയല്ലാതെ മറ്റു വഴികളില്ലാതെ വന്നു. താങ്കൾ എനിക്കൊരു ജോലി തന്നാൽ ഞാൻ ഭിക്ഷാടനം നിർത്തിക്കോളാം. അപ്പോൾ ആ ധനികൻ പറഞ്ഞു, ഞാൻ നിന്നെ എൻ്റെ ബിസിനസ് പാർട്ണറാക്കാം, നമുക്ക് ഒരുമിച്ച് വളരാം. ഭിക്ഷക്കാരൻ്റെ ഹൃദയം നിശ്ചലമായതുപോലെ തോന്നി. ഒരു തുള്ളി വെള്ളത്തിനു കൊതിച്ചവന് ഒരു കിണർ തന്നെ കിട്ടിയ അനുഭവം. ധനവാൻ പറഞ്ഞു, എനിക്ക് ധാരാളം നെൽവയലുണ്ട്, ഞാൻ ഓരോ ദിവസവും ലോറിയിൽ നിറയെ ധാന്യങ്ങൾ നിനക്ക് തരും. നീ അത് കൊണ്ടുപോയി വിറ്റാൽ മതി. മാസാവസാനം നമുക്ക് ലാഭം വീതിച്ചെടുക്കാം. ഭിക്ഷക്കാരൻ ആകാംക്ഷയോടെ ചോദിച്ചു, എനിക്ക് എത്ര ശതമാനം ലാഭവിഹിതമാണ് അങ്ങ് തരുന്നത്? 10 അതോ 5%? അപ്പോഴും ധനവാൻ ഭിക്ഷക്കാരനെ ഞെട്ടിച്ചു. ഞാൻ 90% നിനക്ക് തരും, എനിക്ക് 10% മതി. ഭിക്ഷക്കാരൻ ആനന്ദാതിരേകത്താൽ ധനവാന്റെ മുന്നിൽ മുട്ടുകുത്തി പാദം തൊട്ട് മുട്ടിക്കരഞ്ഞു. ധനവാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. പിറ്റേ ദിവസം തന്നെ നല്ല വസ്ത്രങ്ങൾ വാങ്ങി നൽകി, ഒപ്പം ലോറി കണക്കിന് ധാന്യങ്ങളും. ഓരോ ദിവസം കഴിയും തോറും ഭിക്ഷക്കാരന്റെ അവസ്ഥ മാറി വന്നു. അയാളുടെ പക്കൽ പണം കുന്നുകൂടി. അയാൾ ആഹ്ലാദ നൃത്തം ചവിട്ടി. മാസാവസാനമായി. ഭിക്ഷക്കാരനായിരുന്നയാൾ കിട്ടിയ പണമെല്ലാം കൂട്ടിവെച്ച് ധനവാൻ തന്റെ 10% വിഹിതം വാങ്ങാൻ വന്നു. അപ്പോൾ നമ്മുടെ മുൻ ഭിക്ഷക്കാരൻ മനസ്സിൽ ആർത്തിയും അഹന്തയും കുന്നുകൂടി. അയാൾ ഇങ്ങനെ ചിന്തിച്ചു, ഞാനല്ലേ രാപകൽ അധ്വാനിച്ചത്, മുതലാളി ഒന്നും അറിഞ്ഞിട്ടേയില്ല. എൻ്റെ വിയർപ്പ്, എൻ്റെ കതിപ്പ്. അതിനാൽ മുതലാളിക്ക് 10% ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ധനവാൻ വന്ന് അവന്റെ വാതിലിൽ മുട്ടിക്കൊണ്ടേയിരുന്നു. എന്നാൽ അയാൾ വാതിൽ തുറന്നില്ല. പ്രിയ കൂട്ടുകാരെ, നമ്മളും പലപ്പോഴും ഇങ്ങനെയാണ്. 2026 എന്ന ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു. നമ്മൾ എങ്ങനെ ഇതുപോലെ വളർന്നു? നമ്മൾ എങ്ങനെ ഇന്നുവരെ എത്തി എന്ന് ചിന്തിച്ചാൽ ഈ കഥയുടെ പൊരുൾ ഉള്ളിൽ തെളിയും. ഈ ഭൂമിയിലേക്ക് മനുഷ്യരായി പിറന്നപ്പോൾ നമ്മുടെ ആ പിച്ചക്കാരന്റെ പോലെ തന്നെ സ്വന്തമായി ഒന്നുമില്ലാത്തവരായിരുന്നു. പൂർണ്ണമായി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടവരുമായിരുന്നു. നമ്മൾ വീണപ്പോൾ കൈ പിടിച്ച് എണീപ്പിച്ചതും ആവശ്യങ്ങൾ വന്നപ്പോൾ നമ്മുടെ കൈ നിറച്ചു നൽകി നമ്മെ വളരാനും സഹായിച്ച നമ്മുടെ സൃഷ്ടാവായ നല്ല ദൈവമാണ്. നമ്മുടെ സ്നേഹസമ്പന്നനായ മാതാപിതാക്കളിലും സഹോദരന്മാരിലൂടെയും അധ്യാപകരിലൂടെയും കൂട്ടുകാരിലൂടെയുമാണ് ദൈവം കാലാകാലങ്ങളിൽ നമ്മെ പരിപാലിച്ചത്, വളർത്തിയതും. എന്ന് നമ്മൾ അഭിമാനിക്കുന്ന നമ്മുടെ ജീവൻ, നമ്മുടെ വിശ്വാസം, സ്വഭാവം, ജീവിത മൂല്യങ്ങൾ, നമ്മൾ സ്വന്തമാക്കിയ നേട്ടങ്ങൾ, അറിവ്, വിപുലമായ സൗഹൃദവലയം എല്ലാം നമുക്കെങ്ങനെ കിട്ടി? എല്ലാം നമ്മൾ ഉണ്ടാക്കിയതാണോ? നമ്മുടെ ശരീരം, സുന്ദരമായ മുഖം, വിടർന്ന മിഴികൾ, തുറന്ന പുഞ്ചിരി, നമ്മുടെ വിവിധ കഴിവുകളെല്ലാം ദൈവം ഈ മർത്യജന്മം നമുക്ക് നൽകിയത് കൊണ്ട് മാത്രമല്ലേ? അതെ കൂട്ടുകാരെ, നമ്മെ നാമാക്കാൻ ദൈവത്തിൻ്റെ പ്രതിനിധികളായ നമ്മുടെ ജീവിതത്തിലേക്ക്
വന്നവരെ നമ്മൾ മറക്കരുത്. അവരിലൂടെ ലഭിച്ചതെല്ലാം നമ്മൾ എന്നും സ്മരിക്കണം. പുതുവത്സരത്തിൽ നമ്മുടെ ജീവിതത്തിൽ 10% നമുക്ക് മറ്റുള്ളവർക്കായി മാറ്റിവെക്കാം. അങ്ങനെ ദൈവത്തിന് എന്നും നന്ദി പ്രകടിപ്പിച്ച് ജീവിക്കാം. ഏവർക്കും പുതുവത്സര ആശംസകൾ. സ്വന്തം കൊച്ചേട്ടൻ. താങ്ക് യു.